തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കൊല്ലം തൃക്കടവൂർ ക്ഷേത്രത്തിന്റെ വളപ്പിൽ RSSന്റെ ആയുധ പരിശീലനം നടക്കുന്നതായും ആയുധങ്ങൾ സൂക്ഷിക്കുന്നതായും അന്വേഷണ റിപ്പോർട്ട്. ദേവസ്വം തെക്കൻ മേഖല വിജിലൻസ് ഓഫീസർ നടത്തിയ അന്വേഷണത്തിലും ഓംബുഡ്സ്മാന്റെ റിപ്പോർട്ടിലുമാണ് ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളുള്ളത്. പോലീസ് നടപടിയെടുക്കുന്നില്ലെന്നും കോടതി ഇടപെടണമെന്നും ആവശ്യപ്പെട്ട് ദേവസ്വം ഓംബുഡ്സ്മാൻ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൈമാറി. റിപ്പോർട്ടുകളുടെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. ദേവസ്വം ഓംബുഡ്സ്മാൻ ജസ്റ്റിസ് ആർ ഭാസ്കരൻ തൃക്കടവൂർ ക്ഷേത്രത്തിൽ നിന്ന് RSSനെ ഒഴിവാക്കാൻ ഹൈക്കോടതി ഇടപെടൽ ആവശ്യപ്പെട്ട് സമർപ്പിച്ച റിപ്പോർട്ടാണിത്. റിപ്പോർട്ട് പ്രകാരം ക്ഷേത്രം RSSന്റെ ആയുധ പരിശീലന കേന്ദ്രമായി മാറിക്കഴിഞ്ഞതായും സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെ ക്ഷേത്രവളപ്പിൽ സൂക്ഷിച്ചിട്ടുള്ളതായും പറയുന്നു. പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയുണ്ടാകുന്നില്ലെന്ന് കാട്ടി ദേവസ്വം തെക്കൻ മേഖല വിജിലൻസ് ഓഫീസർ BL രേണുഗോപാൽ നൽകിയ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഓംബുഡ്സ്മാൻ ഹൈക്കോടതി ഇടപെടൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. RSSന്റെ ശാഖാപ്രവർത്തനത്തിന് നിലവിലുള്ള ഉപദേശക സമിതിയുടെ ഒത്താശയുണ്ടെന്നും 2 വർഷം മുൻപ് RSSകാർ ഉൾപ്പെട്ട കടവൂർ ജയൻ വധക്കേസിൽ ക്ഷേത്ര ഉപദേശക സമിതി അംഗമായ G വിനോദ് പ്രതിയാണെന്നും വിജിലൻസ് ഓഫീസറുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. കടവൂർ സ്വദേശി കൃഷ്ണകുമാറാണ് RSS ആയുധ പരിശീലനത്തിനെതിരെ ഓംബുഡ്സ്മാന് പരാതി നൽകിയത്. 2012 ഫെബ്രുവരി മാസം 7-ാം തീയതി കടവൂർ ജംഗ്ഷനിൽ പട്ടാപ്പോലൊരു കൊലപാതകം നടന്നു. കടവൂർ ജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. അപ്പോൾ ഈ പുള്ളിയെ വെട്ടിക്കൊലപ്പെടുത്തുന്ന സമയത്ത് ഈ ക്ഷേത്രത്തിൽ നിന്നാണ് ആയുധം എടുത്തുകൊണ്ട് പോകുന്നത് കണ്ട ഈ ജയനോടടുപ്പമുള്ള ഒരു ഇവിടുത്തെ സ്റ്റാഫ് തന്നെ ജയന്റെ സുഹൃത്തുക്കളടുത്ത് പറയുന്നുണ്ട്, ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അത് എങ്ങനെ പറയുന്നത് ഞങ്ങൾക്ക് പറയാം, കാരണം വെച്ചാൽ ഇവരുടെ ഭീഷണി അതുപോലെ തന്നെ മറ്റ് സമ്മർദ്ദങ്ങളൊക്കെ കാണും. 25 വർഷത്തിലധികമായി ക്ഷേത്രത്തിൽ RSS പരിശീലനം നടത്തി വരികയാണെന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിരോധിക്കുന്നതിന് വളരെ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ടെന്നുമായിരുന്നു വിഷയം സംബന്ധിച്ച് ഓംബുഡ്സ്മാന് ക്ഷേത്രത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന സുജാത നൽകിയ വിശദീകരണം. ക്ഷേത്രത്തിൽ ആയുധ പരിശീലനവും ബോംബ് ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുന്നുണ്ടെന്നുമാണ് ഈ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. എന്നിട്ടും ഇതുവരെ നടപടിയെടുക്കാൻ പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ കഴിഞ്ഞിട്ടില്ല. തങ്ങളെ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് ദേവസ്വം ബോർഡും സമ്മതിക്കുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ, റിപ്പോർട്ടർ, കൊല്ലം.